കോൺഗ്രസിന് മോദിയുടെ പരിഹാസം. ദീർഘകാലം പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസിന്റെ ആഗ്രഹം ജനങ്ങൾ നിറവേറ്റുമെന്നും പ്രതിപക്ഷത്തിരിക്കുന്ന പലരെയും ഇനി കാണാനാവുക സന്ദർശക ഗ്യാലറിയിലായിരിക്കുമെന്നും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രധാനമന്ത്രി തുറന്നടിച്ചു. ഒരു കുടുംബത്തിന്റെ കാര്യം മാത്രം ചിന്തിച്ച കോൺഗ്രസ് ക്രിയാത്മക പ്രതിപക്ഷമാകുന്നതിൽ പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസ് എന്ന കടയ്ക്ക് പൂട്ടുവീണിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് അംഗങ്ങൾക്ക് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. സീറ്റുകൾ പങ്കുവയ്ക്കുന്നതിനുള്ള തർക്കം കോൺഗ്രസിൽ തുടരുന്നതിനെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പതിറ്റാണ്ടുകളായി ഭരണത്തിലിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തും പെരുമാറുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്ത് പലരും മത്സരിക്കുവാൻ പോലും തയ്യാറാവാതെ രാജ്യസഭയിലേക്ക് പോകുവാൻ തുനിയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയെയും അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചു. 10 വർഷത്തെ ഭരണാനുഭവത്തിൽ ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണ്. 2014 ഇന്ത്യ ലോകത്തെ 11ാമത്തെ സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഇന്ന് ഇന്ത്യ 5ാം സ്ഥാനത്താണ്. 3ാം തവണയും അധികാരത്തിലേറിയാൽ ഇന്ത്യയെ ലോക സാമ്പത്തിക ശക്തികളിൽ 3ാം സ്ഥാനത്തേക്ക് നയിക്കാൻ തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NDA 400 സീറ്റുകൾ നേടുമെന്നും അതിൽ 370 സീറ്റ് ഉറപ്പായും BJPക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ മോദി പക്ഷേ മണിപ്പൂർ വിഷയത്തിൽ പ്രതികരിച്ചില്ല. ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുന്നെന്ന പ്രതിപക്ഷ ആരോപണത്തിൽ ക്ഷോഭിച്ച അദ്ദേഹം സ്ത്രീകൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള പദ്ധതികളിൽ ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടില്ലേ എന്നാണ് ചോദിച്ചത്. തിരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള NDAയുടെ ആത്മവിശ്വാസം മോദിയുടെ വാക്കുകളിൽ പ്രകടമാണ്. ഫെബ്രുവരി 11 ഞായറാഴ്ച മധ്യപ്രദേശിലെ ചബുവയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമാകും. ഗോത്രവർഗാധിപത്യമുള്ള മേഖലയിൽ സംഘടിപ്പിക്കുന്ന റാലിയെ അഭിസംബോധന ചെയ്യുവാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തുമെന്നും BJP അറിയിച്ചു. സംഘടനാ ചുമതല വഹിക്കുന്ന മുതിർന്ന നേതാക്കളെ രാജ്യസഭാ സ്ഥാനാർത്ഥികളാക്കുവാനാണ് BJPയുടെ നീക്കം. ലോക്സഭാ ഇലക്ഷന് മുമ്പ് അണ്ണാ DMKയുമായുള്ള സഖ്യം പുനഃസ്ഥാപിക്കുവാനും BJP ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അണ്ണാ DMK സഖ്യത്തിലൂടെ മാത്രമേ തമിഴ്നാട്ടിൽ ഒരിടത്തെങ്കിലും BJPക്ക് വിജയിക്കാനാകൂ എന്നാണ് BJPയുടെ ആഭ്യന്തര സർവേയിലെ കണ്ടെത്തലെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കില്ല. AICC ജനറൽ സെക്രട്ടറി AC വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കില്ല. രാഹുൽ ഗാന്ധിയോടൊപ്പം മറ്റു ദേശീയ നേതാക്കൾ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തെ തുടർന്നാണിത്. KPCC പ്രസിഡന്റ് K സുധാകരനും ഇത്തവണ മത്സരിക്കില്ല. കണ്ണൂരിലും കഴിഞ്ഞ തവണ CPM വിജയിച്ച ആലപ്പുഴയിലും പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാൻ കോൺഗ്രസ് ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ 15 കോൺഗ്രസ് സിറ്റിംഗ് MPമാരോടും പ്രചാര രംഗത്ത് സജീവമാകുവാൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.